നാട്ടിലാകെ തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ. പുറത്തിറങ്ങിയാൽ നാട്ടിലെങ്ങും വോട്ട് ചോദ്യം മാത്രം. പരാതികളും പരിഭവങ്ങളും ചോദിച്ചറിയാൻ ഞങ്ങളും ഇറങ്ങി. പക്ഷെ പലപ്പോഴും സംഭവിച്ചത് ഇതാണ്. നോക്കൂ. ಎಲ್ಲರಿಗೂ ಶುಭ ಮುಂಜಾನೆಯ ನಮಸ್ಕಾರಗಳು. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് മാർക്കറ്റ് വന്ന മനസ്സിലായി. ഇത് പരിചയം കൊടുക്കാനല്ലേ അവിടെ ചേച്ചിയുടെ ഫാനാട്ടോ ഞങ്ങള്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എത്രയുടെ എടുക്കാറ് ലോട്ടറി? കുടുംബത്തെ അങ്ങോട്ടാക്കട്ട് പോ. ഒരു പുരോഗമനമില്ല. ചിച്ചോട്ട് പറയാണോ പുരോഗമനമില്ല? ചോദിക്കണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണോ? അയ്യോ അങ്ങനെ പറയല്ലേ, നമുക്കൊന്ന് ജീവിക്കാം. പ്രശ്നാധിഷ്ഠിത മൂലാധിഷ്ഠിത സമത്വം. ചേട്ടാ ഒന്നും പറയില്ല. ഒന്നും പറയല്ലേ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന ചിലപ്പോ കൊണ്ടുവന്നറിയാൻ പറഞ്ഞു. അയ്യോ കൊല്ലാനൊന്നും പാടില്ല. ഒരു 4 പേരുടെ മുമ്പില് കിടന്ന് പയറ്റുന്ന കാണാറുണ്ട്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഓടിക്കളയല്ലേ, ഓടല്ലേ ഓടല്ലേ, ഓടി ഓടി നമ്മൾ എവിടെ വരെ ഓടും. നമ്മളിപ്പോ നിൽക്കുന്ന ഏത് മണ്ഡലാന്നറിയോ? അല്ല ആക്ച്വലി നിങ്ങൾ രണ്ടുപേരുടെ പറഞ്ഞിരുന്നു ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? തേപ്പെന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. ഇവിടെ മര്യാദയ്ക്ക് വർത്താനം പറയുന്ന ആരെങ്കിലും ഉണ്ടോടെ? സംസാരിപ്പിക്കാതിരിക്കുക നല്ലത് എന്നെ. അപ്പൊ കൊടുകൈ ചേട്ടൻ താത്വികമായിട്ട് പറഞ്ഞാണ്, നൈസായിട്ട് എസ്കേപ്പ് ആയി. സ്കൂട്ടർ ഹെൽമെറ്റ് എല്ലാം ഓറഞ്ച് ആണല്ലോ. വോട്ടോ ഓറഞ്ച് ആണോ? ചേട്ടൻ മാറി നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കുഞ്ഞാടാണോ? ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നുണ്ടോ? പണ്ടത്തെ പോലെ ഒന്നല്ല. പണ്ടത്തെ പോലെ അതെ അതെ. ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല ശക്തമായ വാർത്ത. നന്ദിയുണ്ട്. നൗഫലും വിനേഷും അടക്കം ഇത് അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് കമന്റുകളിലൂടെയൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. AR ടീമിന്റെ ഒരു സർപ്രൈസ് കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇത്രയും അധികം നിങ്ങളൊക്കെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഗുഡ് ഈവനിങ് അവസാനിപ്പിക്കാൻ സമയമായി. ഇനിയും എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓഫ് സ്ക്രീൻ ആണ് എന്നാണ് അറിയുന്നത്. അപ്പോൾ അതെന്തായാലും നേരിടാൻ ഞാൻ പ്രേക്ഷകരുമായും അത് പങ്കുവെക്കാം. രാവിലെ മുതൽ തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്, ഓഫീസിൽ വന്നപ്പോഴും ഒട്ടും കുറവില്ല. അപ്പോൾ അതൊക്കെ ഏറ്റുവാങ്ങാൻ ഞാനങ്ങോട്ട് നീങ്ങട്ടെ.